നടനായിട്ടുള്ള ജയസൂര്യ മാത്രമല്ല സേവ് ബോക്സിന് വേണ്ടി പ്രൊമോഷൻ ചെയ്തിട്ടുള്ളത്. പകരം മഞ്ജു വാര്യർ ഉൾപ്പെടെയുള്ള പല സിനിമാ താരങ്ങളും ഇതേ ബെറ്റിംഗ് ആപ്പായ സേവ് ബോക്സിന് വേണ്ടി പ്രൊമോഷൻ ചെയ്യുകയും ആ വീഡിയോ സോഷ്യൽ മീഡിയയിൽ പബ്ലിഷ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. സിനിമാ നടൻ ജയസൂര്യയുടെ ഇപ്പോഴത്തെ അവസ്ഥ പറഞ്ഞു കഴിഞ്ഞാൽ ധനനഷ്ടം, മാനഹാനി, പെണ്ണ് കേസ്, അങ്ങനെ മൊത്തത്തിൽ പുള്ളിക്കാരന് കണ്ടകശനിയാണ്. എന്തിനാണ് 39 ലക്ഷം രൂപ കണ്ടുകെട്ടിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജയസൂര്യ ബ്രാൻഡ് അംബാസിഡറായ സേവ് ബോക്സ് എന്ന ആപ്ലിക്കേഷൻ വഴി കോടികളുടെ കള്ളപ്പണമാണ് വെളുപ്പിച്ചെടുത്തത്. ഇതിൻ്റെ കേസ് പ്രകാരമാണ് ED ജയസൂര്യയുടെ 39 ലക്ഷം രൂപയുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടിയത്. സേവ് ബോക്സിൻ്റെ ബ്രാൻഡ് അംബാസിഡർ ആവാൻ വേണ്ടി ജയസൂര്യ 39 ലക്ഷമാണ് ഈ പറയുന്ന കമ്പനിയിൽ നിന്ന് വാങ്ങിയത്. ഈ കേസിൻ്റെ അടിസ്ഥാനത്തിൽ ജയസൂര്യയും ഭാര്യയും ED പലവട്ടം ചോദ്യം ചെയ്തിരുന്നു. എന്തായാലും ഇനിയെങ്കിലും സിനിമാ താരങ്ങൾ ഇതുപോലുള്ള ഉഡായിപ്പായിട്ടുള്ള ബെറ്റിംഗ് ആപ്പുകൾ പ്രൊമോട്ട് ചെയ്യാതിരിക്കട്ടെ. അഥവാ പ്രൊമോട്ട് ചെയ്തു കഴിഞ്ഞാൽ നാളെ നിങ്ങളുടെ കാശും ഇതുപോലെ നഷ്ടപ്പെടുന്നതായിരിക്കും. കാലം മാറി, ലേലം മാറി. സേവ് ബോക്സ്, കേരളാസ് ഫസ്റ്റ് ബിഡിംഗ് ആപ്പ്. എല്ലാ ദിവസവും പുതിയ പ്രോഡക്റ്റുകൾ നിങ്ങൾ പറയുന്നതും. സേവ് ബോക്സ്, ദി അൾട്ടിമേറ്റ് ലേലം. സേവ് ബോക്സ്.